സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾക്ക് മുൻപിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. മരുന്നുകളുടെയും ഉപകരണങ്ങളുടെയും ക്ഷാമത്തിനെതിരെയാണ് പ്രതിഷേധം. ജൂലൈ 1-നാണ് DCCകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുക. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു നമുക്കൊപ്പം ചേരുകയാണ്. ബിനിൽ, ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രം പ്രശ്നമല്ല, സംസ്ഥാനത്താകെയുള്ള പ്രശ്നമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം? ജൂലൈ 1-നാണ് ഈ പ്രതിഷേധ പരിപാടി തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും പ്രക്ഷോഭം നടത്താൻ തന്നെയാണ് തീരുമാനം. അതിനു മുന്നിൽ ധർണയും സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ KPCC തീരുമാനിച്ചിരിക്കുന്നത്. DCCകളായിരിക്കും ഇതിന് നേതൃത്വം നൽകുക. നേരത്തെ അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തല പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. രാഷ്ട്രീയമായി ഇതിനെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. കാരണം വലിയ വിവാദമാണ് ഈ ഡോക്ടറുടെ പോസ്റ്റ് പിന്നാലെ ഉണ്ടായത്. മാത്രമല്ല വലിയ ചർച്ചയാവുകയും ചെയ്തു. പ്രത്യേകിച്ച് സർജറി മുടങ്ങുന്നു, ആവശ്യമായ ഉപകരണങ്ങളില്ല എന്ന് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവി തന്നെ തുറന്നു പറയുന്നു. അദ്ദേഹം പലതവണ അത് ആവശ്യപ്പെട്ടിട്ടും അത് ഉണ്ടാകുന്നില്ല. പിന്നീട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നു. ഈ സാഹചര്യമൊക്കെ അതീവ ഗുരുതരം എന്ന് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ രാഷ്ട്രീയമായി തന്നെ ഒരു സമരമായി ഏറ്റെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ജൂലൈ 1-ാം തീയതി രാവിലെ 10 മണിക്കാണ് ഈ സമരം തീരുമാനിച്ചിട്ടുള്ളത്. ഇതൊരു പ്രതിഷേധ പരിപാടിയാണ്. ഇതുകൊണ്ട് അവസാനിപ്പിക്കില്ല. തുടർന്നും വലിയ സമരങ്ങളിലേക്ക് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ ഒക്കെ അടുത്തു വരികയാണ്. അപ്പോൾ ഇത്തരം ജനകീയ വിഷയങ്ങൾ കൂടി ഉയർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പരസ്യ പ്രതിഷേധത്തിലേക്ക് സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ബിനിൽ, ശരി, പരസ്യമായ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. KPCC ആണ് DCCകളോട് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എല്ലാ മെഡിക്കൽ കോളേജുകൾക്ക് മുൻപിലും പ്രതിഷേധിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്.